ആപ്കി അദാലത്തിൽ ചാമ്പ്യൻ ബോക്സർ മേരി കോമിന് മേലുള്ള കുറ്റാരോപണം ഇവർക്ക് സ്വാർത്ഥത കൂടുതലാണ് എന്നുള്ളതാണ്. മേരി കോം, താങ്കൾ ആപ്കി അദാലത്തിൽ മറച്ചു വെച്ചിരുന്ന ആ കണ്ണീരിന്റെ കഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം. വിജയിച്ചതിന് ശേഷം, താങ്കൾ ഉന്നതിയിലെത്തിയതിനു ശേഷം താങ്കൾ താങ്കളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ചതായിട്ടാണ്. ഞാനങ്ങനെ ചെയ്തില്ല. അദ്ദേഹമാണ് എന്നെ പറ്റിച്ചു, വിട്ടിട്ട് പോയി. കടന്ന 2 വർഷങ്ങളായി ഞാൻ ഇതിനെക്കുറിച്ച് പുറത്തു പറഞ്ഞില്ല. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ സക്സസ്ഫുൾ കരിയർ ഉപേക്ഷിച്ച്. ഏത് സക്സസ്ഫുൾ കരിയർ? അങ്ങനെ ഒരു സക്സസ്ഫുൾ കരിയറേ ഇല്ല. തെരുവുകൾ തോറും ഫുട്ബോൾ കളിക്കും. നിങ്ങളും കളിക്കാറുണ്ടല്ലോ അല്ലേ? പറയോ, നിങ്ങളെല്ലാരും സുനിൽ ഛത്രിയായോ അല്ലെങ്കിൽ ബൈജുൻ ബുട്ടിയായോ? സത്യം പറയണമെങ്കിൽ കല്യാണം കഴിഞ്ഞു, എന്റെ ഏണിങ്സ് ഉപയോഗിച്ചാണ് എല്ലാം നടന്നത്. 1 രൂപ പോലും അധ്വാനിച്ചിട്ടില്ല. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അദ്ദേഹം കുട്ടികളെയും വീടും ഒക്കെ നോക്കി തന്റെ ജീവിതം സാക്രിഫൈസ് ചെയ്തു. പക്ഷേ അങ്ങനെയെല്ലാം ഒന്നും തന്നെ ഇല്ല. എന്ത് ത്യാഗം ചെയ്തു? എന്റെ അമ്മയുണ്ട്, പിന്നെ സഹായിക്കാൻ സ്ത്രീകളുണ്ട്. എല്ലാം തന്നെ അവര് ചെയ്യും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ജോലിയില്ലാത്തൊരു ഹോം മിനിസ്റ്റർ. ഇദ്ദേഹം എങ്ങനത്തെ ആണായിരിക്കും? ഒരു പെണ്ണിന്റെ അധ്വാനത്തിലിരുന്ന് കഴിക്കുന്നു. ഇതിനെ എന്തു പറയാനാ? എനിക്കത് വളരെ കഷ്ടമായിരുന്നു. ഞാൻ അധ്വാനിച്ച് എല്ലാം തന്നെ നൽകി. ഞാൻ അദ്ദേഹത്തിന്റെ മേലിൽ വെച്ചിരുന്ന വിശ്വാസം, ട്രസ്റ്റ്, ഫെയ്ത്ത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്റെ അക്കൗണ്ട് ശൂന്യമാകാൻ പോവുകയാണെന്ന്. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത്, താങ്കൾ സമ്പാദിച്ച പണം എല്ലാം താങ്കളുടെ അക്കൗണ്ടിൽ നിന്നും അദ്ദേഹം എടുത്തു എന്നോ? എല്ലാം തന്നെ എടുത്തു. അത്രയും വർഷം ഞാൻ എന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ടേയില്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച്, നമ്മുടെ ഭർത്താവല്ലേ, എല്ലാം നമ്മുടെ നല്ലതിനെ ചെയ്യൂ എന്ന് കരുതി. എലക്ഷൻ, മണിപ്പൂരിലെ MLA ആകണം, MLA ആയിട്ട് എലക്ഷനിൽ നിൽക്കണം. അദ്ദേഹത്തിന്റെ കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ, താങ്കളാണ് അദ്ദേഹത്തെ ഇലക്ഷനിൽ നിർത്തിയത്. അങ്ങനെ ഒരു കള്ളനായ മനുഷ്യനായിരിക്കുന്നു. അലിഗേഷൻസ്. ഞാൻ പൊളിറ്റിക്സ്. എനിക്ക് വന്ന് യഥാർത്ഥത്തിൽ എന്റെ ലൈഫിൽ സത്യം പറയണമെങ്കിൽ എനിക്ക് പൊളിറ്റിക്സ് തീരെ ഇഷ്ടമല്ല. താങ്കൾ അദ്ദേഹത്തെ BJP ലീഡേഴ്സിന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. അല്ലല്ല, ഞാനല്ല അദ്ദേഹത്തെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹമാണ് എന്നെ നിർബന്ധിച്ചത്. അദ്ദേഹം എന്നെ നിർബന്ധിച്ച് ആ ലീഡറിന്റെ അടുത്ത്, അമിത് ഷാ സാറിന്റെ അടുത്തേക്ക്, അവരുടെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോ, സീറ്റ് ചോദിക്ക്, പിന്നെ എന്റെ ഭർത്താവിന് BJPയിൽ ഒരു സീറ്റ് കൊടുക്കൂ, പിന്നെ BJPയിൽ ഒരു മിനിസ്റ്ററുണ്ട്, കിരൺജി മിനിസ്റ്റർ ആണെന്ന് തോന്നുന്നു, അമിത് ഷാജിയുടെ അടുത്തേക്ക് പോണം. എന്നെ എവിടേക്ക് കൊണ്ടുപോയെന്നറിയാമോ? എന്നെ എല്ലാ സ്ഥലത്തേക്കും കൂട്ടിക്കൊണ്ടുപോയി, സകലരുടെ അടുത്തേക്കും. സാർ അത് നേരിട്ട് തന്നെ പറഞ്ഞു, മേരി, നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ സീറ്റ് തരാമെന്ന്. അപ്പോ അമിത് ഷായെ പോലുള്ള മുതിർന്ന നേതാക്കന്മാര് പറഞ്ഞു, മേരി കോം നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ സീറ്റ് നൽകാം. അതെ, അമിത് ഷാ സാർ അത് പറഞ്ഞില്ല. ഒരു മിനിസ്റ്ററുണ്ട്, ഉപേന്ദ്ര യാദവ്. അദ്ദേഹം എന്റെ മുൻപിൽ വെച്ചും പറഞ്ഞു, അദ്ദേഹത്തിന്റെ മുൻപിൽ വെച്ചും പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഭർത്താവിന് സീറ്റ് നൽകാനാവില്ല, അതെനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. ടിക്കറ്റ് കിട്ടാതെ തന്നെ അദ്ദേഹം ഇലക്ഷനിൽ നിന്നോ? അതെ, നിന്നു. അദ്ദേഹം ഇലക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ്, അതിൽ എന്റെ താല്പര്യമില്ല. എന്റെ മേലിൽ മറ്റൊരു വലിയ കുറ്റവും അവർ ചുമത്തി, ഞാൻ വളരെ അത്യാഗ്രഹിയാണെന്ന്. ആ സമയത്ത് ഇലക്ഷനിൽ നിൽക്കുമ്പോൾ എന്ത് പ്രശ്നമാണ് സംഭവിച്ചത്? 5-6 കോടി ഞാൻ അദ്ദേഹത്തിന് നൽകിക്കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ടു. എന്റെ കൈവശം കാശില്ല, കാശ് ചെലവാക്കണ്ട, ഞാനിത് അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ്. ഞാൻ അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ആ കാശും നൽകാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ എനിക്ക് എന്തു ചെയ്യാനാകും? ഇങ്ങനെ ഒരു ഭർത്താവ് കിട്ടിയല്ലോ, വേറെ എന്ത് ചെയ്യാനാ? ചെയ്യുന്നത് ചെയ്യട്ടെ എന്ന് കരുതി ഞാനും കണ്ണു മൂടിക്കൊണ്ട് അങ്ങനെ വിട്ടു. പിന്നെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ എന്തുപറ്റി? പണത്തിന് വെള്ളം പോലെ ചെലവാക്കി ജയിക്കാൻ സാധിച്ചില്ല. സാധാരണ ജനങ്ങളോടൊപ്പം അദ്ദേഹത്തിന് മിങ്കിളാകാൻ സാധിക്കുന്നില്ല. നന്നായി വെള്ളമടിക്കും. അങ്ങനെ ഒരു മനുഷ്യൻ. പെഗ് അടിക്കുമല്ലോ,
പെഗ് അടിച്ചിട്ട് കുടിക്കുമ്പോൾ അതിനുശേഷമാണ് ചെറുതായി വായി തുറക്കുക. ചെറിയ തോതിൽ പോലും ചിരി എന്നത് അദ്ദേഹത്തിന് വരില്ല. എന്റെ പേര് പറഞ്ഞ് എത്ര കടം വാങ്ങിയിട്ടുണ്ടെന്നറിയാമോ? ഒരു ഗ്രൂപ്പിൽ ഒരു ലേഡിയോടെ, മറ്റൊരു ഗ്രൂപ്പിൽ മറ്റൊരാളോടെ, അങ്ങനെ. എന്റെ ദൈവമേ, ഞാൻ ഇക്കാര്യമൊക്കെ അറിഞ്ഞ ഉടനെ തന്നെ എനിക്ക് കൈകാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. ഇവിടെ എന്താണ് നടക്കുന്നത്? വാട്ട്സ് ഗോയിങ് ഓൺ? എന്റെ ദൈവമേ, ഇതിനുശേഷം ഈ മനുഷ്യനോടൊപ്പം എന്നെക്കൊണ്ട് ജീവിക്കാനാവില്ല. ഞാൻ എന്റെ ജീവിതം സാക്രിഫൈസ് ചെയ്തു. എന്റെ കുട്ടികളെ അദ്ദേഹം വളരെ നന്നായി ശ്രദ്ധിച്ചതേയില്ല. ഞാനൊരു അമ്മയായി എന്റെ സ്നേഹം എന്റെ കുട്ടികൾക്ക് നൽകാതെ അധ്വാനിക്കാനായി ഓടിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ പാതി ഞാൻ സാക്രിഫൈസ് ചെയ്തത്. പക്ഷെ അവൻ ഇങ്ങനെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ അവനോടൊപ്പം എങ്ങനെയാണ് എന്റെ ജീവിതം ഞാൻ ജീവിക്കുക? പറയൂ. താങ്കൾക്കിത് എപ്പോഴാണ് മനസ്സിലായത്? 20 വർഷമായിട്ട് താങ്കൾക്ക് മനസ്സിലായതേയില്ലേ? എനിക്കത് മനസ്സിലാകാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇഞ്ചുറി നടന്നത്. ദൈവം എനിക്കത് മനസ്സിലാക്കി തരാനാണ് ഇങ്ങനൊരു ഇഞ്ചുറി ഉണ്ടാക്കിയതെന്ന് കരുതി. ഒരുപക്ഷെ ദൃഷ്ടിയുമായിരിക്കാം. എനിക്കതിലൊന്നും വലിയ വിശ്വാസമില്ല. പക്ഷേ സംഭവിച്ചത് നല്ലതിനാണെന്ന് എനിക്ക് തോന്നി. താങ്കൾ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് അദ്ദേഹം പണം എടുത്തുകൊണ്ടേയിരുന്നു, താങ്കൾ അറിഞ്ഞില്ലെന്ന്. അതെ, ഒരു ദിവസം അദ്ദേഹം പെട്ടെന്ന്, അതായത് വളരെ ഏർലി മോർണിംഗ് അദ്ദേഹം പെട്ടെന്ന് എണീറ്റു. അപ്പോഴാണ്, എന്താടാ 12 മണിക്ക് ഉച്ചയ്ക്ക് എണീക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് എന്താണ് അതിശയമുണ്ടായത്? അങ്ങനെ ഞാൻ ചിന്തിച്ചു, എന്തതിശയം? അതിരാവിലെ പറയാതെ ഇദ്ദേഹം എവിടേക്കാ പോയതെന്ന്. ഞാനും ഉടനെ വന്ന് എന്റെ സെക്യൂരിറ്റീസിനോട് ചോദിച്ചു. സെക്യൂരിറ്റികളോട് ചോദിച്ചു, സാർ എവിടേക്കാ പോയതെന്ന്. സാറ് അസുമിന്റെ കൂടെ പോയെന്ന് അവർ പറഞ്ഞു. അദ്ദേഹം എന്റെ PA ആണ്. അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. എന്തിനു പോയെന്ന് ചോദിച്ചു. അവർക്കറിയില്ലെന്ന് പറഞ്ഞു. അവർക്കെന്തറിയാം? അതിനുശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഫോൺ ചെയ്തു. അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അദ്ദേഹം ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടേയില്ല. പക്ഷെ അന്ന് ഫോൺ സ്വിച്ച് ഓഫിലായിരുന്നു. ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴും സ്വിച്ച് ഓഫിലായിരുന്നു. ഞാൻ എന്റെ PAയെ വിളിച്ചു. നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. സാറിനോടൊപ്പമാണെന്ന് പറഞ്ഞു. ഞാൻ എവിടേക്കാ പോയതെന്ന് ചോദിച്ചു. എനിക്ക് ഉടനെ തോന്നി മാനേജറിനെ വിളിച്ച് എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അതിനുശേഷം ഞാൻ മാനേജറിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, സാറ് വന്നിട്ടുണ്ട്, 10 ലക്ഷം രൂപ പിൻവലിച്ചെന്ന്. ശരി, ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായി. അവിടെ ചെന്ന് എത്ര വിഡ്രാ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ക്യാഷ് വിഡ്രാ ചെയ്തതിനു ശേഷം പുറത്തേക്ക് വന്നെന്ന് തോന്നുന്നു. എന്റെ PA അദ്ദേഹത്തോട് പറഞ്ഞു കാണും, മാഡം ഫോൺ വിളിച്ചെന്ന കാര്യം. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ ഉടനെ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ ബാങ്കിലാണ്. എന്റെ അക്കൗണ്ട്, പഴയ അക്കൗണ്ട്, അത് ഞാൻ ക്ലോസ് ചെയ്യാനാണ് വന്നത്. അത് ഞാൻ ക്ലോസ് ചെയ്തിട്ട് അതിൽ എത്ര ബാലൻസ് ഉണ്ടോ, ആ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടോ അത് പിൻവലിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ട് ഇക്കാര്യം എന്നോട് പറഞ്ഞു. നോണയാണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി കഴിഞ്ഞു. ബാങ്ക് മാനേജർ എന്റെ അക്കൗണ്ടിൽ നിന്നും 10 ലക്ഷം എടുത്ത കാര്യം അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇദ്ദേഹം എന്നോട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ പോകുന്നെന്ന് പറയുന്നു. താങ്കളുടെ അക്കൗണ്ടിൽ നിന്ന് എത്ര എടുത്തെന്നെങ്കിലും പറഞ്ഞു? വീട്ടിലേക്ക് വന്നു 30,000 10 ലക്ഷം എടുത്തിട്ട് താങ്കളോട് 30,000 പറഞ്ഞു. അതെ, അതും അദ്ദേഹത്തിന്റെ പഴയ അക്കൗണ്ടിൽ നിന്നും എടുത്തതാണെന്ന് പറഞ്ഞു. പഴയ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് ക്ലോസ് ചെയ്തിട്ട് ബാലൻസ് ഉണ്ടായിരുന്ന 30,000 എടുത്തെന്ന് പറഞ്ഞു. 30,000 എന്റെ പഴയ അക്കൗണ്ടിൽ നിന്നും എടുത്തു. ഇതാ നീ യൂസ് ചെയ്തോന്ന് പറഞ്ഞു തന്നു. അങ്ങനെയാണോ? ഒരു പ്രാവശ്യം മാത്രമല്ല, പിന്നെ വീണ്ടും റിപ്പീറ്റഡ്ലി അത് തന്നെയാ ചെയ്തത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, അപ്പോൾ മുതൽ താങ്കൾക്കെല്ലാം മനസ്സിലായി. ബാങ്ക് മാനേജർ താങ്കളോട് പറഞ്ഞു. അതിനുശേഷം താങ്കൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീടാണ് താങ്കൾക്ക് മനസ്സിലായത് താങ്കളുടെ അക്കൗണ്ടിൽ നിന്നും പണം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അതെ അതെ, ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കൈയോടെ പിടിച്ചു, നന്നായി കുടുങ്ങി. താങ്കൾ കൈയോടെ പിടിച്ചതും താങ്കൾക്ക് മനസ്സിലായി. അതിനു മുൻപ് താങ്കളോട് പറയാതെ തന്നെ അദ്ദേഹം പണം എടുത്തുകൊണ്ടേയിരുന്നു. ഇതല്ലേ സംഭവിച്ചത്? അദ്ദേഹം ഇതിനു മുൻപ് തന്നെ അങ്ങനെ ചെയ്തു കാണും. ഞാൻ എനിക്ക് ഇഞ്ചറി ആയതിനു ശേഷം 2 പ്രാവശ്യം കണ്ടുപിടിച്ചു.
മാഡം, താങ്കൾക്ക് ഇഞ്ചുറി സംഭവിക്കാതിരുന്നിരുന്നെങ്കിൽ, താങ്കൾ വീട്ടിലില്ലാതിരുന്നിരുന്നെങ്കിൽ, അദ്ദേഹം ബാങ്കിൽ പോകാതിരുന്നിരുന്നെങ്കിൽ, ഫോൺ ഓഫ് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ, മാനേജറോട് സംസാരിക്കാതിരുന്നിരുന്നെങ്കിൽ അതെ, താങ്കൾക്ക് ഇത് എനിക്ക് അറിയില്ലായിരുന്നു. മനസ്സിലായില്ലായിരുന്നു അല്ലേ? ഇങ്ങനൊരു മോശമായ സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എനിക്ക് വളരെ വേദനയായിരുന്നു. ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് കുട്ടികളുമുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണും, കുട്ടികളും അദ്ദേഹത്തോടൊപ്പമാണെന്ന്. കുട്ടികൾ എന്റെ കൂടെയായിരുന്നു. ഈ കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. രണ്ട് കാര്യം പറഞ്ഞിരുന്നു. ഒന്ന് അദ്ദേഹം പറഞ്ഞു എന്താണെന്ന് വെച്ചാ, എനിക്കറിയാമല്ലോ എന്ത് അലിഗേഷൻ ആയിരിക്കുമെന്ന്. താങ്ക് യു. കുട്ടികളെയും മുൻപിലായി നിർത്തി A to Z എല്ലാ ചെലവും ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റും കൊടുത്തിരിക്കുന്നത്. അത്രത്തോളം അലിഗേഷൻസ് എന്റെ മേലിൽ തോന്നിയ കുറ്റമൊക്കെ ചുമത്തിവെച്ചു. കുട്ടികൾ എന്റെ കൂടെയാണുള്ളത്. അവരുടെ എല്ലാ ചെലവുകളും, പിന്നെ സ്കൂൾസ് എല്ലാം, അവരുടെ ബേസിക് മുതൽ വലുതായതുവരെ സ്കൂൾ ഫീസ് എല്ലാം ഞാൻ തന്നെയാണ് അവർക്ക് ചെലുത്തിക്കൊണ്ടിരുന്നത്. ഒറ്റയ്ക്കൊരാളായി. ഐ ആം ഡൂയിങ് അലോൺ. എനിക്ക് താങ്ങായി ആരും വന്നില്ല. അച്ഛൻ, അമ്മ ആരും തന്നെ വന്നു നിന്നില്ല. എനിക്ക് ആരുമില്ലായിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞതു മുതൽ എല്ലാം ഞാൻ തനിച്ചാണ് ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത്. അപ്പോ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ കുട്ടികൾക്ക് ചോയ്സ് കൊടുത്തു. അച്ഛന്റെ കൂടെയാണോ അമ്മയുടെ കൂടെയാണോ താമസിക്കാൻ ആഗ്രഹമെന്ന്. പക്ഷെ കുട്ടികൾ അമ്മയുടെ കൂടെ താമസിക്കാനാണ് ആഗ്രഹിച്ചത് അല്ലേ? ഇപ്പൊ കുട്ടികൾ താങ്കളുടെ ഒപ്പം. അതെ, കുട്ടികൾ തന്നെ വന്ന് നേരിട്ട് എന്നോട് പ്രോമിസ് ചെയ്തു, ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അതായത് താങ്കളുടെ എക്സ് ഹസ്ബൻഡ് എന്താ പറയുന്നത് വെച്ചാൽ, അദ്ദേഹം താങ്കൾക്ക് പൂർണ്ണ സപ്പോർട്ട് നൽകി, താങ്കൾ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. സ്വാതന്ത്ര്യം നൽകി എന്നത് എളുപ്പത്തിൽ പറയുന്ന കാര്യമല്ല. എന്നെ ഒരു ചീത്തയാണെന്ന് എല്ലാവരുടെ മുൻപിലും കാണിച്ച് അങ്ങനെയുള്ള അലിഗേഷൻസ് ചുമത്തുന്ന ഞാൻ അത്ര മോശമായവളല്ല. ഞാനത് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു പേര് പറഞ്ഞിരുന്നു, താങ്കളുടെ ബിസിനസ് പാർട്ട്ണർ ഹിതേഷ് ചൗധരി. അദ്ദേഹം പോയി. എവിടേക്ക് പോയെന്ന്? അദ്ദേഹത്തെ ഞാൻ മുൻപേ തന്നെ ഡിവോഴ്സ് ചെയ്തു കഴിഞ്ഞു. എനിക്ക് ഡിവോഴ്സ് ആയതിനു ശേഷം അദ്ദേഹം തന്നെ വന്നു, ഈ പുതിയ കുറ്റങ്ങളൊക്കെ ചുമത്തിക്കൊണ്ട്. ആ സമയത്ത്, ആ കടന്ന 2 വർഷത്തിൽ, സർ, ഞാൻ സത്യം പറയാം, ആ 2 വർഷം ഞാൻ വളരെ സമാധാനത്തോടെ ജീവിച്ചു. ഡിവോഴ്സ് കിട്ടിയെന്ന് അവരവരുടെ ജീവിതം നോക്കിക്കൊള്ളാമെന്ന് തീരുമാനിച്ചു. എനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. നോർത്ത് ഈസ്റ്റില് ക്രിസ്ത്യൻസ്, അതായത് ഞാനൊരു ക്രിസ്ത്യൻ, ഐ ബിലീവ് ജീസസ്, ഓക്കെ, ദാറ്റ് എന്റെ മതവിശ്വാസികൾ അവർ എന്നെ ഒരുപാട് പരിഹസിച്ചു. ഒന്നും മനസ്സിലാകാതെ എന്ത് ചെയ്യണമെന്നറിയാതെ സോഷ്യൽ മീഡിയയിൽ തോന്നുന്നതൊക്കെ എഴുതിയിട്ടു. അതൊക്കെ സിമ്പതിക്ക് വേണ്ടിയാണ്. താങ്കൾ പറയുന്നത് ചർച്ചിൽ അവർ താങ്കൾ പറയുന്നത് കേൾക്കാതെ ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് താങ്കളുടെ എക്സ് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് താങ്കൾക്ക് സപ്പോർട്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ അവർ കുംഭമേള പോയിട്ടുണ്ട്, പിന്നെ ഷിരിഡി പോയിട്ടുണ്ട്, പിന്നെ ആ മുസ്ലിം ഏതോ മജീദിന് പോയിരിക്കുന്നു. ഇതൊക്കെ എന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ ചെയ്യുകയാണ്. അതിനവരൊക്കെ എന്തോ ഉൾട്ടയായിട്ട് ചെയ്ത് എന്തു പറയുന്നെന്നാൽ, ഒരു ക്രിസ്ത്യനായിരുന്നു കൊണ്ട് അവൾക്ക് മറ്റുള്ള ടെമ്പിളിൽ എന്താ കാര്യം, ഇവൾക്കിത് ആവശ്യമാണോ, ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിച്ചു. എനിക്ക് ഇപ്പോൾ ചിന്തിച്ചാലും ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഞാനൊരു ഇന്ത്യനാണ്. ഞാൻ എല്ലാ ടെമ്പിൾസിനെയും എല്ലാ റിലീജിയനെയും ബഹുമാനിക്കുന്ന ആളാണ്. അതുതന്നെയാണ് നമ്മുടെ സംസ്കാരവും. നിങ്ങളൊരു സെലിബ്രിറ്റി എടുക്കൂ, അതായത് ഇപ്പോൾ അമിതാഭ് സാറിനെ എടുക്കൂ, നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ എടുക്കൂ. അദ്ദേഹം ഇപ്പോൾ ക്രിസ്മസ് ആഘോഷിച്ചു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഹിന്ദു അല്ലേ? നമ്മുടെ പ്രധാനമന്ത്രിയും ഹിന്ദു അല്ലേ? നമ്മുടെ കൾച്ചർ തന്നെ അതല്ലേ, എല്ലാ മതങ്ങളെ അംഗീകരിക്കുന്നു, എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നു, നമ്മളത് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്. ക്രിസ്ത്യാനികൾ ഹിന്ദുവിന്റെ ഒരു ടെമ്പിളിലേക്ക് പോകാൻ പാടില്ല, പിന്നെ ഹിന്ദു ക്രിസ്ത്യൻ ചർച്ചിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ എവിടെയാണ് എഴുതിയിട്ടുള്ളത്? അങ്ങനെ ഏത് പുസ്തകത്തിലാണ് എഴുതിയിട്ടുള്ളത്? അവരെന്നെ എല്ലാ കാര്യങ്ങളും പബ്ലിക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ താങ്കൾക്ക് സപ്പോർട്ടും ചെയ്യുന്നു, ഇതിനുശേഷവും താങ്കളോടൊപ്പം നിൽക്കുമെന്നും പറയുന്നു. അതായത് താങ്കളുടെ കഷ്ടം. അതായത് ഞാൻ എന്റെ ഫാൻസ് ഫോളോയിങ്സ് എല്ലാരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു.
എന്റെ വശത്ത് നിന്നാലും അല്ലെങ്കിലും സാരമില്ല. സത്യം എന്താണ് കള്ളം എന്താണെന്ന് എന്നെങ്കിലും ഒരു ദിവസം പുറത്തു വന്നല്ലേ തീരൂ. എന്താ ശരിയല്ലേ? എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ചോദിക്കില്ല. ഓക്കെ, ഞാനൊരു ഹ്യൂമൺ ആണ്. ഐ എം എ ഫൈറ്റർ. ഐ വിൽ ഫൈറ്റ്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നെ സപ്പോർട്ട് ചെയ്യൂ എന്ന്. ഞാൻ നിങ്ങളെ എമോഷണൽ ആക്കി ഒന്നും നേടാൻ പോകുന്നില്ല. ഇന്ന് ഞാൻ സത്യം പറയാനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. മേരികോം, താങ്കൾ ഇന്ന് താങ്കളുടെ എല്ലാ വേദനകളും ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. യാഥാർത്ഥ്യം ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നു. താങ്കളുടെ ജീവിതയാത്ര നോക്കുമ്പോൾ താങ്കൾക്ക് പരിക്കുകൾ ഇടയ്ക്കിടയ്ക്ക് പറ്റാറുണ്ട്. ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ഇൻജസ്റ്റിസ്. പക്ഷേ ഞാൻ ഒന്നിനും സർ, ഞാൻ നിങ്ങളെ കണ്ട് പേടിയുണ്ട്. നിങ്ങളുടെ പ്രോഗ്രാം കണ്ടാൽ പേടിക്കും. പക്ഷേ ഞാൻ ആരെ കണ്ടും പേടിക്കില്ല. ഇതാണ് മേരികോം. ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. താങ്കൾ എപ്പോഴും പറയാറില്ലേ താങ്കൾക്ക് എന്തെങ്കിലും സങ്കടം വരുന്ന സമയത്ത് താങ്കൾ പാട്ട് പാടാറുണ്ടെന്ന്. ഇന്ന് താങ്കൾക്ക് വേണ്ടി താങ്കൾ എന്ത് പാട്ടാണ് പാടാൻ പോകുന്നത്? आँखें तरस जाएंगी, जाने कब गुम हुआ कहाँ खोया, एक आंसू छुपा के रखा था, तुझसे नाराज नहीं जिंदगी, हैरान हूँ मैं, हो हैरान हूँ मैं. Thank you. സീരിയസ്ലി നിങ്ങളുടെ സ്നേഹം, സപ്പോർട്ട് എല്ലാം നൽകിയിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാനത് മറക്കില്ല. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാനൊരു പക്ഷേ ഇല്ലെങ്കിലും, ഞാൻ മുകളിൽ നിന്ന് നിങ്ങളെ സല്യൂട്ട് ചെയ്യും. ഞാനിത് മറക്കില്ല.